ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 23. ഒരു മാഗ്നറ്റിന് ചുറ്റും കുറച്ച് അയൺ ഫില്ലിങ്സ് പൗഡർ ഇട്ട ശേഷം ഇതേ രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ക്വാണ്ടിറ്റിയാണ് ഒരു മാഗ്നറ്റിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു മാഗ്നറ്റിന് ചുറ്റും ഇത്തരത്തിലുള്ള ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ എപ്പോഴും രണ്ട് ഫാക്ടറുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഏരിയ. ചെറിയ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലൂടെ കുറച്ച് ലൈൻസും, വലിയ ഏരിയ ആണെങ്കിൽ കൂടുതൽ ലൈൻസും കടന്നു പോകും. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നോക്കിയാൽ കാണുന്ന മറ്റൊരു പാർട്ടാണ് കോസ് തീറ്റ എന്നത്. ഈ കോസ് തീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിൽ നിന്നുള്ള ഫീൽഡ് ലൈൻസ് നമുക്ക് നേരെ വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ഓരോ ലൈനുകളും ഞാനിവിടെ ഡോട്ടുകളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ ഇതിന് ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ 0 ആംഗിളില് ഏരിയയിലൂടെ മാക്സിമം ഫ്ലക്സ് ലൈനുകൾ കടന്നു പോവുകയും എന്നാൽ 90 ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ ഫ്ലക്സ് ലൈനുകൾ കുറയുകയും ചെയ്യും. സോ കോസ് 90 ആവുമ്പോഴേക്കും ഫ്ലക്സ് 0 ആവുകയും കോസ് 0 ആവുമ്പോഴേക്കും ഫ്ലക്സ് മാക്സിമം ആവുകയും ചെയ്യും.